എല്ലാവർക്കും നമസ്കാരം. പ്രശാന്താണ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു ബ്രഷ് കട്ടർ സ്റ്റാർട്ടിംഗ് ട്രബിളായി വന്നിരിക്കുക. എന്താ പ്രശ്നമെന്ന് പരിശോധിക്കാം നമുക്ക്. ബ്രഷ് കട്ടർ കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞു 3 മാസത്തോളമായി ഈ മിഷൻ ഉപയോഗിച്ചിട്ട് എന്ന്. വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളുണ്ടോ എന്ന് ഓട്ടിച്ചൊരു പരിശോധന കൂടി നടത്തിയിട്ട് അദ്ദേഹം ഇതിൻ്റെ കാർബറേറ്റർ അഴിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമ്മുടെ മെക്കാനിക്കിന് കാര്യം മനസ്സിലായി, കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയി എന്നുള്ളത്. എയർ ക്ലീനറും ഫ്യൂവൽ ലൈനുകളും ആക്സിലേറ്റർ കേബിളുമൊക്കെ ഇളക്കി മാറ്റിയാൽ മാത്രമേ കാർബറേറ്റർ ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ. ആ പണിയിലാണ് നമ്മുടെ മെക്കാനിക്ക്. എൻജിനിൽ നിന്ന് കാർബറേറ്റർ അഴിച്ചെടുത്തപ്പോഴാണ് എൻജിനിൽ പറ്റിയിരിക്കുന്ന പൊടിപടലങ്ങളെ കാണുന്നത്. ഇത്രത്തോളം പൊടിപടലങ്ങൾ ഈ എൻജിനിൽ പറ്റിയിരിക്കുകയാണ്. ഇത് എൻജിൻ ഓവർ ഹീറ്റാക്കുന്നതിന് കാരണമാകും. ഇത്തരം എൻജിനുകളെ ഓവർ ഹീറ്റിങ്ങിൽ നിന്ന് തടയുന്നത് എയർ കൂളിംഗ് സിസ്റ്റമാണ്. അതിനാൽ എൻജിൻ ബോഡി വൃത്തിയായിരിക്കേണ്ടത് എൻജിൻ ഓവർ ഹീറ്റാവുന്നത് തടയാൻ സാധിക്കും. എൻജിനിൽ നിന്നും ഇളക്കിയെടുത്ത കാർബറേറ്ററിനെ പുറമേ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് നമ്മുടെ മെക്കാനിക്ക്. ഇനി കാർബറേറ്റർ പൊളിച്ച് പരിശോധിക്കണം. കാർബറേറ്ററിൻ്റെ അകത്ത് 3 പാക്കിങ്ങുകളുണ്ട്. ഈ 3 പാക്കിങ്ങുകളും ഇളക്കി പരിശോധിച്ചാൽ മാത്രമേ കാർബറേറ്ററിലുണ്ടായ തകരാറ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാർബറേറ്റർ പൊളിച്ച് പാർട്സുകളാക്കി മാറ്റി ഓരോ ഭാഗങ്ങളും പരിശോധിക്കുകയാണ്. പാക്കിംഗ് ഇളക്കിയപ്പോഴാണ് കാർബറേറ്ററിൻ്റെ അകത്തുള്ള ഈ പൊടിപടലങ്ങൾ, അഴുക്ക് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. നോക്കൂ, എന്തുമാത്രം അഴുക്കാണ് ഇതിൽ അകത്ത് പറ്റിയിരിക്കുന്നത്. ഇതാണ് എൻജിൻ സ്റ്റാർട്ടാവാതിരുന്നതിൻ്റെ മെയിൻ കാരണം.
ഈ കാർബറേറ്റർ ഭാഗങ്ങളെ പെട്രോൾ ഉപയോഗിച്ചും WD-40 ഉപയോഗിച്ചുമൊക്കെ വൃത്തിയാക്കണം. നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. റീസെറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ പാക്കിങ്ങുകളെല്ലാം മാറണം. പുതിയ പാക്കിങ്ങുകൾ ഇട്ട് മാത്രമേ റീസെറ്റ് ചെയ്യാവൂ. കാർബറേറ്റർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ തിരിച്ച് എൻജിനിൽ ഘടിപ്പിക്കണം. കാർബറേറ്റർ എൻജിനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പെട്രോൾ വീഴ്ത്തി പമ്പ് പ്രൈമർ ഉപയോഗിച്ച് കാർബറേറ്ററിലേക്ക് പെട്രോള് പമ്പിങ് ചെയ്തതിന് ശേഷം എൻജിൻ ഓൺ ഓഫ് സ്വിച്ച് ഓണാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ചോക്ക് കൂടി പിടിക്കേണ്ടതായി വരും.
ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തകരാറ് വന്നത്? പെട്രോൾ എൻജിനുകൾ ഉപയോഗമില്ലാതെ മാറ്റിവെക്കുകയാണെങ്കിൽ അതിൽ നിന്നും പെട്രോൾ പൂർണ്ണമായും ഒഴിവാക്കി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എൻജിൻ്റെ അകത്തും കാർബറേറ്ററിലും ഫ്യൂവൽ ലൈനുകളിലും പെട്രോളിൻ്റെ അംശമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ എൻജിനുകളെ സൂക്ഷിച്ചു വയ്ക്കാവൂ. പെട്രോൾ ടാങ്കിൽ നിന്ന് പെട്രോൾ ചോർത്തിയതിന് ശേഷം ടാങ്ക് അടച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ ഓട്ടോമാറ്റിക്കലായി പെട്രോൾ തീർന്ന് ഓഫാകും. അങ്ങനെ ഓഫാകുന്നത് വരെ നമ്മൾ ഈ എൻജിനുകളെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ വയ്ക്കണം. അല്ല എങ്കിൽ ഇതുപോലെയുള്ള കാർബറേറ്റർ അടവുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.